നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണോ? ആൻഡ്രോയിഡ് ഫോണാണോ കയ്യിലുള്ളത്? എന്നാൽ ഫോൺ എടുത്ത് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഇന്നു മുതൽ 20ലധികം ആൻഡ്രോയിഡ് ഫോണുകളിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നാണ് മാതൃകമ്പനിയായ മെറ്റയുടെ അറിയിപ്പ്. സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാനുള്ള അപ്ഡേറ്റുകളുടെ ഭാഗമായിട്ടാണ് ഈ പുതിയ നീക്കം. എന്നാൽ പേടിക്കേണ്ട, എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഈ പുതിയ തീരുമാനം കാരണം പണി കിട്ടില്ല. ആൻഡ്രോയിഡ് 4.4 അല്ലെങ്കിൽ കിറ്റ്കാറ്റ് ഉൾപ്പെടെയുള്ള പഴയ സോഫ്റ്റ്വെയർ ഉള്ള ഫോണുകൾക്കാണ് മാറ്റം ബാധകമായി വരിക. ഇത്തരം ഉപഭോക്താക്കൾ തങ്ങളുടെ വാട്സപ്പിലെ സുപ്രധാന വിവരങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്കോ മറ്റ് എക്സ്റ്റേണൽ ഡിവൈസിലേക്കോ മാറ്റണമെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ മെറ്റ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പ്രശ്നം ആൻഡ്രോയിഡ് യൂസേഴ്സിനാണെന്ന് കരുതി ഐഫോൺ യൂസേഴ്സ് ആശ്വസിക്കാൻ വരട്ടെ. ഇത്തരക്കാർക്ക് പണി വരാൻ പോകുന്നതേയുള്ളൂ. iOS 15.1 സോഫ്റ്റ്വെയർ മുതൽ പിന്നിലേക്കുള്ള ഐഫോൺ യൂസേഴ്സിന് 2025 മെയ് മുതലാകും വാട്സപ്പിന്റെ സേവനം അവസാനിക്കുക. ലോകമെമ്പാടും 2 ബില്യണിലധികം സജീവ ഉപഭോക്താക്കളുള്ള മൊബൈൽ ആപ്പാണ് വാട്സപ്പ്. എന്നാലും എന്താണ് വാട്സപ്പിന്റെ ഈ അപ്രതീക്ഷിത പിന്മാറ്റത്തിനുള്ള കാരണം? നമുക്ക് ദിനംപ്രതി കൂടുതൽ ജനപ്രിയ അപ്ഡേറ്റുകളുമായി യൂസർ ഫ്രണ്ട്ലി ആവുകയാണ് വാട്സപ്പ്. ഉദാഹരണത്തിന്, ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്ന സംവിധാനം വാട്സപ്പ് അവതരിപ്പിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ്. നിലവിൽ iOS അപ്ഡേറ്റ് 24.25.80ലാണ് ഈ സേവനം ലഭ്യമാവുക. ഇതുവഴി സുപ്രധാനമായ ഹാർഡ് ഡോക്യുമെന്റുകളുടെ സ്കാനിങ്ങിനായി തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കേണ്ടി വരില്ലെന്നതാണ് മെറ്റ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് റിവേഴ്സ് ഇമേജ് സെർച്ച് സംവിധാനം. ഇതുവഴി വ്യാജ വാർത്തകൾ തിരിച്ചറിയാനും ഉറവിടം മനസ്സിലാക്കാനും ഉപഭോക്താക്കൾക്ക് സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ പഴയ ആൻഡ്രോയിഡ് ഫോണുകളിൽ ലഭ്യമാക്കാൻ സാധിക്കില്ല. ആൻഡ്രോയിഡ് 4.4 കിറ്റ്കാറ്റ് പോലെയുള്ള സോഫ്റ്റ്വെയർ കാലഹരണപ്പെട്ടതാണ് ഇതിന് കാരണം. പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാലും അത് പഴയ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുകയുമില്ല. ഇതാണ് ഇത്തരം ഫോണുകളിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിലേക്ക് വാട്സപ്പിനെ നയിച്ചത്. എന്താണ് ഇതിനൊരു പോംവഴി? ഒന്നുകിൽ ആൻഡ്രോയിഡ് 4.4 കിറ്റ്കാറ്റ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർ പുതിയ ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യണം. സാംസങ്, മോട്ടറോള, സോണി പോലെയുള്ള പല ജനപ്രിയ ഫോണുകളിലും വാട്സപ്പ് ഇന്നു മുതൽ ലഭ്യമാകില്ല. സാംസങ്ങിന്റെ ഗാലക്സി S3, ഗാലക്സി നോട്ട് 2, ഗാലക്സി Ace 3, ഗാലക്സി S4 മിനി, HTCയുടെ 1X, 1X പ്ലസ്, ഡിസയർ 500, ഡിസയർ 600, സോണിയുടെ Xperia Z, Xperia SP, Xperia S1, Xperia V, LGയുടെ ഒപ്റ്റിമസ് G, Nexus 4, A4 മിനി, L90 എന്നിവയിലും മോട്ടറോളയുടെ മോട്ടോ G, റേസർ HD, മോട്ടോ E 2014 എന്നീ ഫോണുകളിലാണ് പ്രധാനമായും വാട്സപ്പ് സേവനങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇതിൽ HTC, LG തുടങ്ങിയ ബ്രാൻഡുകൾ മൊബൈൽ ഫോൺ നിർമ്മാണം അവസാനിപ്പിച്ചിട്ട് വർഷങ്ങളായി. ഗൂഗിൾ ആകട്ടെ കഴിഞ്ഞ വർഷം തുടക്കം തന്നെ കിറ്റ്കാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള പിന്തുണയും പിൻവലിച്ചിരുന്നു. എന്തായാലും കാലത്തിനൊപ്പം ഓടാൻ മെറ്റയും മുണ്ടുമടക്കി ഇറങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആദ്യ പടിയാണ് വാട്സപ്പിന്റെ പിന്മാറ്റവും.